വലിയ വലിയ ആപത്തുകളിൽ നിന്നും സിഹർ, കണ്ണീർ അടക്കമുള്ള പ്രയാസ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണമല്ലോ. അതാണല്ലോ വിശ്വാസി ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ വലിയ ആപത്തുകൾ വന്ന് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെയും കാണാറുണ്ട്. കണ്ണീർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എത്രയോ ഉണ്ട്. എപ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് കണ്ണീർ. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടുന്ന ഒരു സൂറത്ത്, 2 സൂറത്തുകളെ, ആ സൂറത്തുകളെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ സൂറത്തുകളൊന്ന് പാരായണം ചെയ്താൽ മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഒരു പ്രയാസം വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തുകൾ ഓതി എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സൂറത്തുകൾ ഇതാണ്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കണം. സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസുമാണത്. സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും നോക്കൂ. സൂറത്തുൽ ഫലക്ക് നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ നാസും അറിയാം. ഇത് ഇറങ്ങാനുള്ള സാഹചര്യം ഞാനൊന്ന് വളരെ ചുരുക്കി പെട്ടെന്ന് പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്തു. ഒരു യഹൂദിയായയാൾ മുത്തുനബിക്ക് സിഹർ ചെയ്തു. ആ സിഹറിൽ നിന്ന് മുത്തുനബിക്ക് വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകി. ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വന്ന് മുത്തുനബിക്ക് 11 ആയത്തുകൾ പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും അടങ്ങുന്ന 11 ആയത്തുകൾ. നോക്കൂ, നമുക്കും ഇതിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ഈ ആയത്തുകൾ, ഈ 2 സൂറത്തുകൾ വലിയ ഉപകാരമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇത് പരമാവധി കഴിയുന്ന സമയങ്ങളിൽ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും നിങ്ങൾ പാരായണം ചെയ്യും. സമയങ്ങൾ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സമയങ്ങളിൽ, പുറത്തേക്ക് ഇറങ്ങുന്ന അങ്ങനെ നല്ല സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ കണ്ണീറേൽക്കാൻ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ ഒരു കാവലായി ഇത് നിങ്ങൾക്ക് മുൻപിലുണ്ടാകും. അള്ളാഹു കണ്ണീറുകളിൽ നിന്നും സിഹറുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.